ഹായ്. പല രക്ഷിതാക്കളും കൗൺസിലിംഗ് സെഷനിൽ വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, കുട്ടികളെ അടിക്കാൻ പാടുണ്ടോ, അടിച്ചു വളർത്താൻ കഴിയുമോ, അല്ല അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിഷമമായാൽ അല്ലെങ്കിൽ അങ്ങനെ പലതും, അടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർ മോശമായി പോവില്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ. നിങ്ങളുടെ കുട്ടികളുടെ 10 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ട്രെയിനിങ് പീരീഡാണ്. ആ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കുട്ടിക്ക് ഒരു പാരൻ്റ് ആവാൻ നിങ്ങൾക്ക് കഴിയും, അതിനനുസരിച്ചുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കുട്ടിയായിരിക്കും അവൻ്റെ കൗമാരത്തിലേക്ക് വരുന്നുണ്ടാവും. അടിച്ചു വളർത്തണം. നിങ്ങളുടെ കുട്ടി തെറ്റ് ചെയ്ത് നിങ്ങൾ ബോധ്യപ്പെട്ടാൽ, നിങ്ങളുടെ കുട്ടിയിലെ തെറ്റ് നിങ്ങൾ കണ്ടാൽ പരസ്യമായിട്ടല്ല ശിക്ഷിക്കേണ്ടത്, രഹസ്യമായിട്ട് ശിക്ഷിക്കണം. പരസ്യമായിട്ട് നിങ്ങളുടെ കുട്ടിയെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ കുട്ടി എന്തെങ്കിലും നല്ലത് ചെയ്താൽ പരസ്യമായിട്ട് എനിക്ക് പറയാം, അവൻ നന്നായിട്ട് ചെയ്തു, അവനിന്ന് അത് ചെയ്തു, അവനിന്നത് ചെയ്തു, എനിക്ക് ഒരുപാട് സന്തോഷം, എല്ലാം എനിക്ക് പറയാം. പക്ഷെ തെറ്റ് ചെയ്താൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് അവനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് അടിക്കുന്നത്. അത് എങ്ങനെ അടിക്കണമെന്ന് പല രക്ഷിതാക്കൾക്കും അറിയില്ല. കുട്ടിക്ക് അറിയില്ല എനിക്ക് എന്തിനാ അടി കിട്ടിയത്, പാരൻസിന് അറിയില്ല ഞാൻ എന്തിനാ അടിച്ചത്. ഈ രീതിയിലായിരിക്കും പല രക്ഷിതാക്കളുടെയും പ്രതികരണം. അതുപോലെ തന്നെ വെർബൽ അബ്യൂസ്, വാക്കുകൾ കൊണ്ട് അവനെ മുറിപ്പെടുത്തി കളയും. ഇങ്ങനെയുള്ള കുട്ടികൾ അവൻ്റെ കൗമാരത്തിലെത്തുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ കണ്ണിന് കുളിർമയാകുന്ന ഒരു കുട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അടിക്കാം. നിങ്ങളുടെ റൂമിൽ ആരും അറിയാതെ രഹസ്യമായിട്ട് അവനൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾ സൈലൻ്റ് ആകുക. നിങ്ങളുടെ റൂമിലെത്തുന്നവരെ, നിങ്ങളുടെ വീടെത്തുന്നവരെ റൂമിലായിട്ട് കയറ്റി കുറ്റിയിട്ടതിന് ശേഷം അരക്ക് താഴെ നന്നായിട്ട് അടിച്ചോ. എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് എന്തിനാണ് അടി കിട്ടിയതെന്ന്. ആ റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കരുത്, അതിനെക്കുറിച്ച് പറയരുത്. ആരുടെ മുന്നിലും അത് പറഞ്ഞുകൊണ്ട് അവൻ ഇറിറ്റേറ്റ് ചെയ്യരുത്. രാത്രിയിൽ അടി കിട്ടിയ വേദനയിൽ, വിഷമത്തിൽ അവൻ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് അരികിൽ ചെല്ലാം. തൊട്ടടുത്ത് പോയിട്ടിരിക്കാം. അവൻ നന്നായി വേദനിച്ചല്ലേ, നിന്നെ അടിച്ച ഓരോ അടിയും തായി ഉമ്മയുടെ നെഞ്ചിലൊക്കെ കൊണ്ടത്, നീ അത് ചെയ്തപ്പോൾ എത്രത്തോളം എനിക്ക് വേദനിച്ചെന്നറിയും, അതുകൊണ്ടോ ഉമ്മ ചെയ്തത് എന്ന് പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ച്, ഒന്ന് തലോടി, ഒരു മുത്തം കൊടുത്ത്, എവിടെയാണ് അടിച്ചതെന്ന് ചോദിച്ച് ഒന്ന് തലോടി കൊടുത്താൽ അവൻ ഓക്കെ ആവും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളോട് വെറുപ്പോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന വാക്കുകൾ ഇതുപോലെ നിങ്ങൾക്ക് ചേർത്ത് പിടിച്ച് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. പക്ഷെ നിങ്ങൾ അടിക്കുന്നത് തെറ്റാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ മനസ്സിലാക്കി കൊടുത്താൽ നെക്സ്റ്റ് ഡേയും ആ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ മുഖം എൻ്റെ മനസ്സിലോട്ട് വരും. നിങ്ങൾ വേദനയോട് പറഞ്ഞ വാക്കുകൾ വരും, സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിച്ചത് വരും. ഓക്കെ, അപ്പോൾ ആ പ്രശ്നം സോൾവ് ആയല്ലോ അല്ലേ? അടിക്കാം, അടിക്കുന്നത് പോലെ അടിക്കാം. ഓക്കെ, താങ്ക് യു.